المصطفى المختار خير البرية أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ صلاة وتسليم وأزكى تحيته على المصطفى المختار خير البرية. എക്കോ ഒന്ന് കുറച്ചിട്ട് ലേശം മോണിറ്റർ കൂട്ടണം തോന്നുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസമാണ് ഈമാനിന്റെ അടിസ്ഥാനം. ഇതില് ഇസ്ലാം കാര്യങ്ങൾ 5 അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കുമാണ്. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ദീനിയാത്ത് എന്ന് പറയും. അനുഷ്ഠാനപരമായ കാര്യങ്ങൾക്ക് അമലിയാത്ത് എന്ന് പറയും. അങ്ങനെ 2 പുസ്തകം നമ്മളെ മദ്രസയിലൊക്കെ ഉണ്ടാവും. ദീനിയാത്തും അമലിയാത്തും. അടിസ്ഥാനപരമായ പുസ്തകങ്ങൾ 2 പിന്നെ കുറച്ചിങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് താരീഖ്, തജ്വീദ്, അഖീദ, ലിസാനുൽ ഖുർആന്, അങ്ങനെ കുറെ പിന്നെ വരും. അടിസ്ഥാന പുസ്തകങ്ങൾ 2 ഒന്ന് ദീനിയാത്ത്, മറ്റൊന്ന് അമലിയാത്ത്. അനുഷ്ഠാനപരമായ കാര്യങ്ങൾക്ക് അമലിയാത്ത് എന്ന് പറയും. എന്നാൽ ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്നുള്ള പാഠം ശരിക്കും വേണ്ടത് അമലിയാത്തിലായിരുന്നു. പക്ഷെ അതുള്ളത് ദീനിയാത്തിലാണ്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാലേ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവുള്ളൂ കേട്ടോ. അതായത് അടിസ്ഥാനപരമായ പുസ്തകങ്ങൾ 2 ഒന്ന് ദീനിയാത്ത്, വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്ന ഭാഗത്തിനാണ് ദീനിയാത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അമലിയാത്ത്, കർമ്മപരമായ കാര്യങ്ങൾ പറയുന്നതാണ് അമലിയാത്ത്. ഈമാൻ കാര്യം ദീനിയാത്തും ഇസ്ലാം കാര്യം അമലിയാത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം കാര്യം 5 എന്നുള്ള പാഠം വരേണ്ടത് അമലിയാത്തിലാണ്, പക്ഷെ അതുള്ളത് ദീനിയാത്തിലാണ്. മദ്രസയിലെ 3ാം ക്ലാസ്സിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ എവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ 3ാം ക്ലാസ്സിലാണ്. നിങ്ങളെവിടെ? നിങ്ങൾ 3ാം ക്ലാസ്സിക്ക് വരാൻ തയ്യാറുണ്ടെങ്കിലേ ഇപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. ഒരു ഉഷാറായിട്ടില്ല നിങ്ങൾ കേട്ടോ. ഒരു യാനബിയൊക്കെ ഒന്ന് എല്ലാവരും ചെല്ലി, എന്നാലേ ഒരു ഉഷാർ കിട്ടുള്ളൂ. എൻ്റെ ഒപ്പം ചെല്ലണം കേട്ടോ. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. എന്തൊരു സുഖല്ലായുണ്ട്. ഇതൊന്ന് ഓഫാക്കി നോക്കിയാലോ? ഇതൊന്ന് ഓഫായിക്കണേ. എന്തോ ഒരു സുഖല്ലായി. ഒരു സാധനം കണ്ട് തിരിച്ചാൽ മതി. അത് ഒന്നാണ് നീക്കി വെച്ചാൽ ചിലപ്പോൾ മോണിറ്റർ കിട്ടും. ഈ മോണിറ്റർ തീരെ കിട്ടണില്ല. അല്ല, അതിപ്പോ പരമാവധി തിരിച്ചിട്ടുണ്ട്. ഇനി തിരിച്ചത് പൂക്കൂലേ? ഹലോ ഹലോ, ഞാൻ അടുത്തേക്ക് കയറ്റാം. പരീക്ഷ അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه النور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليك
عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അടിസ്ഥാനപരമായ പുസ്തകങ്ങളെ രണ്ടാക്കി വിഭജിക്കാം. ഒന്ന് ദീനിയാത്ത്, മറ്റൊന്ന് അമലിയാത്ത്. അമലിയാത്തിന് പറയുന്ന വേറൊരു പേരാണ് ഫിഖ്. അപ്പൊ ഫിഖ് വേറെ, ദീനിയാത്ത് വേറെ. ദീനിയാത്തിന് പറയുന്ന വേറൊരു പേരാണ് അഖീദ. അപ്പൊ ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ, അതിനെ ദീനിയാത്തുകൾ എന്നും കർമ്മപരമായ കാര്യങ്ങളെ അമലിയാത്ത് എന്നും പറയുന്നു. ഇസ്ലാം കാര്യം അമലിയാത്താണെങ്കിൽ ആ പാഠം അമലിയാത്തിലാണല്ലോ വേണ്ടത്. പക്ഷെ ആ പാഠമുള്ളത് ദീനിയാത്തിലാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഈ വിശ്വാസപരമായ കാര്യങ്ങൾ 6 അല്ല ശരിക്കും. ഈമാൻ കാര്യം 6, വിശ്വാസപരമായ കാര്യം 6 അല്ല. ഇത് നല്ലോണം മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ ഇയാൾ ഈ പറഞ്ഞതെന്ന് പിടുത്തം കിട്ടൂല. പിന്നെ അവസാനം നിങ്ങൾ നാളെ എന്നെ ആക്ഷേപിക്കേണ്ടി വരും. സയ്യിദുൽ ഉലമ വരുമ്പോൾ ചിലപ്പം പരാതി പറയേണ്ടി വരും, എന്തൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇത് നല്ലോണം മനസ്സിലാക്കണം. വിശ്വാസപരമായ കാര്യങ്ങൾ 6 അല്ല, ഈമാൻ കാര്യം 6. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഒരിക്കൽ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ അടുക്കൽ വന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കാർക്കും പരിചയമുള്ള ആളല്ല. എന്നാൽ യാത്രക്കാരന്റെ അടയാളമൊന്നും കാണാനുമില്ല. ഈ നാട്ടുകാരനല്ല, ഞങ്ങൾക്കൊന്നും പരിചയമില്ല. എന്നാ പുറത്തുനിന്ന് വരുമ്പോ അതിന്റെ അടയാളം കണ്ടാവട്ടില്ലേ? താഴെ നബിയോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിന്റെ മുട്ടിനോട് മുട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു 5 കാര്യങ്ങൾ. പിന്നെ ചോദിച്ചു, അമൽ ഈമാനു യാ റസൂലല്ലാഹ്, ഈമാൻ കാര്യം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. അൻതുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. പിന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഒമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് എന്നേക്കാരെന്ന് ചോദിച്ചു. മത്തസ്സാ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള വിവരം ചോദിച്ച ആൾക്കും ചോദിക്കപ്പെട്ട ആൾക്കും ഒരുപോലെയാണ്. വന്നതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 6 പറയും, ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 5 പറയും, ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ട് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു എന്ന് പറയും. ഇതൊക്കെ വിശ്വസിക്കാനുള്ളതാണ്, ഇതൊക്കെ അനുഷ്ഠിക്കാനുള്ളതാണ്. ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. നിസ്കാരം ഫിഖിലാണല്ലോ വരിക, അമലിയാത്തിനാണല്ലോ. നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും, നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല. ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല. അതൊരു വലിയ തെറ്റാണ്, പാപമാണ്, ഹറാമാണ് നിസ്കാരം ഒഴിവാക്കല് എന്നേ ഉള്ളൂ, കാഫിറാവൂല.
അതേ സമയത്ത് നിസ്കരിക്കൊന്നും വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ കാഫിറാകും. അപ്പോൾ നിസ്കാരത്തിൽ വിശ്വസിക്കുക എന്നത് ദീനിയാത്താണ്. നിസ്കരിക്കൽ മാത്രമേ അമലിയാത്തുള്ളൂ. അതുകൊണ്ട് നിസ്കാരത്തിൽ വിശ്വസിക്കണം. നോമ്പ് അങ്ങനെ തന്നെയാണ്. നോമ്പ് നോൽക്കണ്ട എന്നൊരാൾ പറഞ്ഞാൽ കാഫിറാവും. നോമ്പ് നോറ്റില്ലെങ്കിൽ കാഫിറാവില്ല. ഹജ്ജിനൊന്നും പോകണ്ട എന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിറാവും. ഹജ്ജിന് പോയില്ല എന്ന് എഴുതിയിട്ട് കാഫിറാവില്ല. കല്യാണശേഷത്തിന് ഉണ്ടാകാൻ പറ്റില്ല എന്ന് മാത്രം. കല്യാണശേഷത്തിന് പോകാനുള്ള ഒരു യോഗ്യത അല്ല ഹജ്ജിന് പോകാന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞാണ്, അല്ലാതെ ഉണ്ടായിട്ട് പറഞ്ഞല്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോ വിശ്വാസപരമായ കാര്യങ്ങൾ ശരിക്ക് 5 അല്ല 6 അല്ല ഇനി 11 അല്ല. നമ്മൾ 11 നിൽക്കുന്നത് സത്യത്തിൽ 11 അല്ല, അതിന്റെ മേലക്കുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ലത്, കുറേ വിശ്വാസം ചേർന്നതാണ് അള്ളാഹുവിൽ വിശ്വസിക്കൽ. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹീദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ശൈ സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബഅത്തുൻ തൻതളിമു. അല്ലാഹു തആലക്ക് 20 വാജിബായ സിഫത്തുണ്ട്, എല്ലാം വിശ്വസിക്കണം. 20 മുസ്തഹീനായ സിഫത്തുണ്ട്, എല്ലാം വിശ്വസിക്കണം. ഒരു ജായിസായ സിഫത്തുണ്ട്, അതും വിശ്വസിക്കണം. 99 അസ്മാഉൽ ഹുസ്നയുണ്ട്, അതും വിശ്വസിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദാണെന്ന് വിശ്വസിക്കണം. അല്ലാഹു സമദ്, അല്ലാഹു സമദാണെന്ന് വിശ്വസിക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ഹയ്യുൽ ഖയ്യൂമാണെന്ന് വിശ്വസിക്കണം. ഇതൊക്കെ വിശ്വസിക്കാനുള്ള തന്നെ. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല, കുറേ വിശ്വാസങ്ങളാണ്. മലക്കുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്, ഒരു വിശ്വാസം നല്ലത്. നക്ഷത്ര തുല്യരായ മലക്കുകൾ അള്ളാഹുവിനുണ്ടെന്ന് വിശ്വസിക്കണം. 10 മലക്കുകളുടെ പേരിനെ വിശ്വസിക്കണം. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുനാ മീകാഈൽ അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാം, സയ്യിദുനാ അസ്റാഈൽ അലൈഹിസ്സലാം, സയ്യിദുനാ മുൻകർ അലൈഹിസ്സലാം, സയ്യിദുനാ നക്കീർ അലൈഹിസ്സലാം, സയ്യിദുനാ റഖീബ് അലൈഹിസ്സലാം, സയ്യിദുനാ അതീദ് അലൈഹിസ്സലാം, സയ്യിദുനാ മാലിക് അലൈഹിസ്സലാം, സയ്യിദുനാ റിദ്വാൻ അലൈഹിസ്സലാം. 10 മലക്കുകളെ വിശ്വസിക്കണം. ആ 10 മലക്കുകളെ ഡ്യൂട്ടിയും വിശ്വസിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അമ്പിയാക്കൾക്ക് വഹീനെ എത്തിച്ചു കൊടുക്കുക എന്ന ഡ്യൂട്ടിയാണുള്ളത് എന്ന് വിശ്വസിക്കണം. മാലിക് അലൈഹിസ്സലാമിനെ നരകം കാക്കുക എന്ന വകുപ്പാണുള്ളത് എന്ന് വിശ്വസിക്കണം. റിദ്വാൻ അലൈഹിസ്സലാമിന് സ്വർഗം കാക്കുക എന്ന വകുപ്പാണുള്ളത് എന്നും വിശ്വസിക്കണം. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഖിയാമത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാകുന്നു എന്നും വിശ്വസിക്കണം. ഇതൊക്കെ ഈമാൻ തന്നെയാണ്. അപ്പം മലക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമൊന്നല്ല, കുറേ വിശ്വാസമാണ്. കിതാബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല, 4 കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം, 100 ഏടുകളെ കൊണ്ട് വിശ്വസിക്കണം. തൗറാത്ത് മൂസാ നബിക്ക് തന്നെയാണ് എന്ന് വിശ്വസിക്കണം. അത് വിശ്വസിക്കണം. തൗറാത്ത് ആർക്കാന്നറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് മൂസാ നബിക്ക് തന്നെയെന്ന് വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ 6 അല്ല, 6, 5, 11 അല്ല, അതിൻ്റെ മേലക്കുണ്ട്. ഞാൻ തന്നെ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാലൊന്നും പോരാ. ഹൗലിൽ വിശ്വസിക്കണം, സിറാത്തിൽ വിശ്വസിക്കണം, ഹിസാബിൽ വിശ്വസിക്കണം, മീസാനിൽ വിശ്വസിക്കണം, ജന്നത്തിൽ വിശ്വസിക്കണം, നാറിൽ വിശ്വസിക്കണം, ഖബർ ജീവിതത്തിൽ വിശ്വസിക്കണം, ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്നതിനെ വിശ്വസിക്കണം, ഖബറിൽ 2 മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുന്നതിനെ വിശ്വസിക്കണം. ഇതൊക്കെ ഈമാൻ തന്നെയാണ്. ഈ പറഞ്ഞതൊക്കെ ഈമാനാണ്. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് ചുരുക്കി പറയാന്നുള്ളതാണ് അടുത്ത പ്രശ്നം. എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ കൂടിയും പറയാന്നുള്ളതാണ്. അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ
1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ടെന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. 2,24,000 എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഓലൊക്കെ വിശ്വസിക്കണം. അതിൻ്റെ പുറമെ മുഹമ്മദ് നബി ഖാത്തിമുൽ അംബിയ ആകുന്നു എന്ന് വിശ്വസിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർക്ക് ശ്രീബുദ്ധൻ പ്രവാചകനാണ് എന്ന അഭിപ്രായമുണ്ട്. ശ്രീബുദ്ധൻ പ്രവാചകനാണെന്ന് ചില ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. നമ്മളെ അഭിപ്രായം എന്താ? ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. അതേ സമയത്ത് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് എന്ന് വാദിച്ചു. നമ്മൾ പറഞ്ഞു പറ്റൂല. ശ്രീബുദ്ധൻ പ്രവാചകനാണെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അതേ സമയത്ത് 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആണെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു കുഴപ്പമില്ല തന്നെ. ചില ആളുകൾക്ക് ശ്രീകൃഷ്ണൻ പ്രവാചകനാണ് എന്ന അഭിപ്രായമുണ്ട്. ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആണെങ്കിൽ വിശ്വാസം പറയാണ്. അള്ളാഹിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഒരുവനാണ്, അവന് 20 വാജിബായ സിഫത്തുകളുണ്ട്, 20 മുസ്തഹിലായ സിഫത്തുകളുണ്ട്, ഒരു ജായിസായ സിഫത്തുണ്ട്, 99 അസ്മാഉൽ ഹുസ്നയുണ്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പുറത്ത് ആ പള്ളിൻ്റെ കോമ്പൗണ്ടിൽ വേറൊരു വയൽ നടക്കുന്നുണ്ട്. അവിടെ വേറൊരു മൊഴിയിൽ വയലുണ്ട്. അയാൾ പറയാണ് അല്ലാഹു തആലക്ക് 18 വാജിബായ സിഫത്താണ്, 25 മുസ്തഹീലായ സിഫത്താണ്, 4 ജായിസായ സിഫത്താണ്. അല്ലാഹു തആലക്ക് 250 അസ്മാഉൽ ഹുസ്ന ഉണ്ട് എന്നൊക്കെയാണ് അയാൾ എതറണേ. നമ്മൾ 2 വയലും കേട്ടു. അതിൻ്റെ ശേഷം മദ്രസ കോമ്പൗണ്ടിൽ വയൽ പറഞ്ഞ ആളോട് ചോദിച്ചു, അല്ല മൂല്യരെ, നിങ്ങളിപ്പോൾ ഏതാ അള്ളാഹിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ വയൽ പറഞ്ഞതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞത് 20 വാജിബ്, 20 മുസ്തഹീൽ, ഒരു ജായിസ്, 99 അസ്മാഉൽ ഹുസ്ന ഒക്കെ കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ ഏതാ അള്ളാഹിനെ പറ്റിയാണ് വയൽ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം മൂപ്പർ പറഞ്ഞു, ഞാൻ ആ ഗോപാലൻ നായർ പറയലില്ല ഒരു അള്ളാഹിനെ പറ്റിയിട്ട്, അയാളെ പറ്റിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. പള്ളി കോമ്പൗണ്ടിൽ വയൽ പറഞ്ഞ ആളോട് ചെന്നിട്ട് ചോദിച്ചു, അല്ല മൂല്യരെ, നിങ്ങൾ പറയണത് 18 വാജിബും 25 മുസ്തഹീലും 250 അസ്മാഉൽ ഹുസ്നയൊക്കെയാണ്, പക്ഷെ ഇത് ഏത് അള്ളയാണ് നിങ്ങൾ ഈ പറയണ അള്ളാഹു എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹിനെ പറ്റിയിട്ടാണ് പറയണത് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്നാൽ അയാളുടെ ഈമാൻ ശരിയും ഇയാളുടെ ഈമാൻ തെറ്റുമാണ്. ഇയാൾക്ക് വിശദീകരിച്ചത് തെറ്റിയിട്ടുണ്ട്, പക്ഷേ ഈമാൻ ശരിയാണ്. അയാളെ വിശദീകരണം കറക്റ്റാണ്, പക്ഷേ ഈമാൻ തെറ്റാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പടച്ച തമ്പുരാൻ അറിയാം. ഈ പറയണത് നിങ്ങൾക്ക് തിരിനുണ്ടോ? അതാദ്യം ക്ലിയർ ആക്കുക. സ്റ്റേജിലേക്ക് തിരിണില്ല, സദസ്സിക്ക് തിരിനുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് വിചാരിക്കുകയാണ് ഞാൻ. ഇല്ലെങ്കിൽ ഇത് അവസാനം വെച്ച് പ്രശ്നമാവും, അതാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാണെങ്കിൽ വിഷയം മാറ്റേണ്ടി വരും. സ്വർഗം നരകമൊക്കെ പിന്നെ മനസ്സിലായില്ലെങ്കിലും വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഇതങ്ങനെയല്ല, അത് മുഴുവനായിട്ടും മനസ്സിലായിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹിനെ പറ്റി പറയുമ്പോൾ വിശദീകരണം തെറ്റിയാലും ഈമാൻ പോവില്ല. മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹിനെ പറ്റി അല്ല പറഞ്ഞതെങ്കിൽ വിശദീകരണം ശരിയായാലും ഈമാൻ ക്ലിയർ ആവില്ല. അപ്പോൾ ഈമാനിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ച് തന്നെ ആയിരിക്കണം എന്നതാണ്. നമുക്ക് തലക്കക്ക് വരിക. ഇസ്ലാമിലേക്ക് സ്വഹാബത്തിൻ്റെ കാലം മുതൽ കടന്നു വന്ന എല്ലാവരും കടന്നു വന്നത് അള്ളാഹുവിൽ വിശ്വാസമായപ്പോഴല്ല, മുഹമ്മദ് നബിയിൽ വിശ്വാസമായപ്പോഴാണ്. മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചിട്ട് പിന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചതാണ്. അള്ളാഹുവിൽ വിശ്വാസം വന്നതിനാൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നതല്ല. ഉദാഹരണം പരിശോധിച്ചോളി. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്നാമത്തെ ആൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴാണ് വിശ്വസിച്ചത്? മഹാനായ സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ മഹാനവറുകൾ തൻ്റെ തുണിക്കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോയി. ഷാമിൽ ചെന്ന് തുണി വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു.
ചന്ദ്രൻ ഉദിച്ചിട്ടില്ലാത്ത ഒരു ദിവസം ഒരു വലിയ ചന്ദ്രൻ ഉദിച്ചു വന്നു. മുകളിലല്ല, കുറേ താഴത്താണ്. ഉറക്കത്തിലാണ്, എങ്ങനെയും കാണാലോ. കുറേ താഴെ ഒരു വലിയ ചന്ദ്രൻ ഉദിച്ചു. ഉദിച്ചതിന് ശേഷം ആ ചന്ദ്രൻ ചെറിയ 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 കഷ്ണങ്ങളായി മാറി. എന്നിട്ട് മക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട തറവാട്ടുകളിലേക്കും ഓരോ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ പോയി. ഉറക്കത്തിലാണ്, വലിയൊരു ചന്ദ്രൻ കഷ്ണമായിട്ട് ഇങ്ങനെ എല്ലാ പേരേക്കും ഓരോ കഷ്ണം. കുറേ സമയം കഴിഞ്ഞപ്പോൾ പോയ കഷ്ണമൊക്കെ മടങ്ങി ഇങ്ങോട്ട് തന്നെ വന്നു. എന്നിട്ട് അതിങ്ങനെ കൂടി വലിയൊരു ചന്ദ്രനായി രൂപാന്തരപ്പെട്ടു. അതിനുശേഷം അതിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ മടിയിൽ വന്നിരുന്നു ചന്ദ്രൻ. മൂപ്പര് അതിങ്ങനെ അണഞ്ഞൂട്ടി ഇങ്ങനെ പിടിച്ചു. അതോടുകൂടെ കണ്ണു തുറന്നു. സ്വപ്നം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടു. സാധാരണ കാണുന്നത് പോലെയല്ലാത്ത ഒരു സ്വപ്നമായതിനാൽ മുൻകാല വേദങ്ങൾ പഠിച്ച ഒരു പണ്ഡിതൻ അവിടെയുണ്ടായിരുന്നു. അയാളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. സാധാരണ കാണാറുള്ള സ്വപ്നങ്ങൾ പോലെയല്ല. വിശദമായി പറഞ്ഞു കൊടുത്തു. കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ടെന്നും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കും എന്നുമാണ് ഈ സ്വപ്നത്തിൻ്റെ തഅബീർ എന്ന് പറഞ്ഞു. അങ്ങനെ തുണിക്കച്ചവടം കഴിഞ്ഞ് പച്ചക്കറി വാങ്ങിയിട്ട് മൂപ്പര് നാട്ടിലേക്ക് വന്നു. ഷാമിലേക്ക് തുണിയുമായി പോവും. കച്ചവടം കഴിഞ്ഞാൽ പൈസ കിട്ടിയാൽ പച്ചക്കറി വാങ്ങും. അങ്ങനെ അതേറ്റ് മക്കയിലേക്ക് വരും. എന്നിട്ട് വന്നാൽ അത് വിൽക്കും. അങ്ങനെ അവിടെയും ഇവിടെയും രണ്ടിടത്തും കച്ചവടമാണ്. അവിടെ തുണി വ്യാപാരമാണ്, ഇവിടെ പച്ചക്കറിയാണ്. അങ്ങനെ പച്ചക്കറി വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന മടങ്ങിയെത്തിയിട്ട് ആ സമയത്ത് ലേനത്താക്കപ്പെട്ട അബൂജാഹിൽ ചെന്നു. അബൂജാഹിൽ ചെന്നിട്ട് പിന്നിന്നിങ്ങനെ തോണ്ടി. എന്നിട്ട് മെല്ലെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ അടുത്ത് ഇപ്പം നാട്ടിലത്തെ വല്ല വിവരമുണ്ടോ ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല, നാട്ടിലത്തെ പ്രത്യേകിച്ച് വിവരങ്ങളൊന്നുമില്ല, ഞാൻ കച്ചവടത്തിന് പോയിട്ട് കുറേ അല്ലോ പറഞ്ഞു. എന്നാലേ എൻ്റെ വലിയൊരു ചെങ്ങായില്ലേ മുഹമ്മദ് പറഞ്ഞിട്ട്, ഓണ്ട് ഇവിടെ ഇങ്ങനെ നബിയാണ് എന്ന് പറഞ്ഞുങ്ങാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് കുളിച്ചു, വസ്ത്രം മാറിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി. അങ്ങനെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നു. നബി തങ്ങളോട് ചോദിച്ചു, മുഹമ്മദേ, ഞാൻ കേട്ടത് സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതെ, നീ കേട്ടത് സത്യമാണ്. അള്ളാഹു എന്നെ നബിയാക്കി നിയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് വിശ്വാസം വന്നത്. സ്ത്രീകളിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ച ആൾ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആദ്യം വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. എന്തേ സംഭവം? ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് ഒരാങ്ങളയുണ്ടായിരുന്നു, വറഖത്ത് എന്ന പേരായിട്ട്. ചരിത്രത്തിൽ അറിയപ്പെട്ട വറഖത്ത് ബിൻ നൗഫൽ ഖദീജ ബീവിൻ്റെ ആങ്ങളയാണ്. എളാപ്പ മൂത്താപ്പ മക്കളിലുള്ള ആങ്ങളയാണ്, നേരെ ആങ്ങളല്ല. ഖദീജ ബീവിയുടെ വാപ്പിയും വറഖത്തിൻ്റെ വാപ്പിയും ജ്യേഷ്ഠനും അഞ്ചനുമാണ്. എളാപ്പ മൂത്താപ്പ മക്കളിലെ ആങ്ങളയാണ് വറഖത്ത് ബിൻ നൗഫൽ. വറഖത്ത് ബിൻ നൗഫൽ ഒരിക്കൽ ഖദീജ ബീവിയോട് പറഞ്ഞു, പൂർവകാല വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞതനുസരിച്ച് അവസാനത്തെ പ്രവാചകൻ നമ്മുടെ പരിശുദ്ധമായ മക്കയിലാണ് വരിക. ലക്ഷണങ്ങളെ കൊണ്ട് അദ്ദേഹം ജനിച്ചിട്ടുണ്ട് എന്നാണ്, പക്ഷെ ആരാന്നറിയില്ല എന്ന് പറഞ്ഞു. ഖദീജ ബീവിക്ക് സമ്പത്തുണ്ട്, സംവിധാനങ്ങളുണ്ട്, ജോലിക്കാരുണ്ട്, ഓഫീസർമാരുണ്ട്, എല്ലാമുണ്ട്. അതുപയോഗിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു.
മക്കയിൽ നബിയാകാൻ പറ്റുന്ന ആരാണുള്ളത് എന്നതാണ് അന്വേഷണം. മക്കയിൽ ഇപ്പോൾ ആരാ നബിയാകാൻ പറ്റിയ ആളുള്ളത്? അബൂജഹലിനെ കുറിച്ച് പഠിച്ചു നോക്കി, അപ്പോൾ മനസ്സിലായി പറ്റൂല. അബൂ സുഫിയാനെ പഠിച്ചു നോക്കി, പറ്റൂല. ഇക്രിമനെ പഠിച്ചു, പറ്റൂല. പലരും പഠിച്ചു, അബൂബൈദയെ പഠിച്ചു, പറ്റൂല. അങ്ങനെ ഒരു തലക്കെന്ന് പഠിച്ചപ്പോൾ നമ്മളെ ഈ നാട്ടിലിപ്പോൾ ഒരു നബിയാകാൻ പറ്റുന്ന ഒരാളായിട്ടുള്ളത് അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടി അബ്ദുള്ളാൻ്റെ മകൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കി. പക്ഷേ അപ്പം അത് നബിയാണെന്ന് എങ്ങനെ ഇപ്പോൾ ഉറപ്പാകുക? അതിനെന്തെങ്കിലും ഒരു വഴിവാണല്ലോ. കുറേ അന്വേഷണങ്ങളൊക്കെ നടത്തി, പക്ഷെ നബിയാണെന്നൊന്നും മനസ്സിലാകണില്ല. അവസാനം ഒരു തീരുമാനമെടുത്തു, തൻ്റെ കച്ചവട സംഘത്തോടൊപ്പം കച്ചവടത്തിന് കിട്ടുമോ നോക്കാം എന്ന് തീരുമാനിച്ചു. അത് കച്ചവടം ചെയ്യാനല്ല, നബിയാണോ എന്ന് നോക്കാനാണ്. അങ്ങനെ തീരുമാനിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ വഴിയിൽ നിന്ന് അബൂ താലിബിനെ കണ്ടു, നബി തങ്ങളുടെ മൂത്താപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബിനോട് പറഞ്ഞു, ഞാൻ കച്ചവടത്തിന് വേണ്ടി ആളുകളെ പറഞ്ഞേക്കുന്നുണ്ട്. നിങ്ങളുടെ സഹോദരൻ്റെ പുത്രൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ പറഞ്ഞേക്കുകയാണെങ്കിൽ സാധാരണ ഒരു പുരുഷന് നൽകുന്ന കൂലിയുടെ ഇരട്ടി നൽകാം. പുരുഷൻ്റെ കൂലി വേറെയും സ്ത്രീയുടെ കൂലി വേറെയുമായിരുന്നു അന്ന്. ഇന്നും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരേമാതിരി ആകണമെന്ന് വാദമൊക്കെ ഉണ്ട്, പക്ഷെ അന്ന് ഏതായാലും അങ്ങനെയാണ്. ആണുങ്ങൾക്ക് വേറെ കൂലിയാണ്, പെണ്ണുങ്ങൾക്ക് വേറെ കൂലിയാണ്. 2 പുരുഷൻ്റെ കൂലി നൽകാം പറഞ്ഞേക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ താലിബ് വീട്ടിൽ ചെന്ന് പറഞ്ഞു. നബി തങ്ങൾ സമ്മതിച്ചു, പോകാൻ തയ്യാറായി. ഖദീജ ബിയുടെ കച്ചവട സംഘത്തിൽ സെലക്ഷൻ കിട്ടി, പോകുകയാണ്. പോകുന്ന സമയത്ത് ഒരടിമയെ കൂടെ പറഞ്ഞയച്ചു. ഒരടിമയെയും കൂടെ പറഞ്ഞയച്ചു. അടിമക്കുള്ള ഡ്യൂട്ടി കച്ചവടം ചെയ്യാനല്ല. കച്ചവടത്തിന് ആൾക്കാർ വേറുണ്ട്. 40 ഒട്ടകങ്ങളുണ്ട്. ആ 40 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഭാണ്ഡമുണ്ട്. 40 ഒട്ടകപ്പുറത്തും ആൾക്കാരുണ്ട്. വലിയ കച്ചവട സംഘമാണ്. നബിയോ അടിമയോ ഒറ്റക്കൊന്നല്ല, നബി തങ്ങൾ അതിൻ്റെ നേതൃത്വത്തിലുണ്ട്. നബി തങ്ങളുടെ സഹായിയായ ഒരു അടിമയുണ്ട്. അടിമക്ക് ആകെയുള്ള ഡ്യൂട്ടി എന്തുള്ളൂ വെച്ചാൽ, അത് ഖദീജ ബി പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു, വഴിയിൽ വല്ല അത്ഭുതങ്ങളും കണ്ടാൽ പറഞ്ഞു തരണം. അതാണ് ഡ്യൂട്ടി, അല്ലാതെ കച്ചവടം ചെയ്യലല്ല. ആ ഡ്യൂട്ടിയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. വഴിയിൽ നിറയെ അത്ഭുതം. നബി തങ്ങൾ നടന്നു പോകുമ്പോൾ മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുന്നു. ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഒരു പുരോഹിതനെ കാണുന്നു. ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് അവസാന പ്രവാചകനാവാൻ സാധ്യതയുണ്ടെന്നും നിങ്ങൾ വേഗത്തിൽ കച്ചവടം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങണമെന്നും നിർദ്ദേശിക്കുന്നു. കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ വഴിയിൽ വെച്ചു തന്നെ സാധനങ്ങൾ മുഴുവനും വിറ്റുപോകുന്നു. അങ്ങാടിക്ക് മാർക്കറ്റിക്ക് ചന്തയ്ക്ക് എത്തിയപ്പോൾ അതിന് സാധനം കഴിഞ്ഞിട്ടുണ്ട്. വിറ്റുപോയി എന്ന് മാത്രമല്ല, വർദ്ധിച്ച ലാഭം ലഭിച്ചു. പറഞ്ഞ വിലക്ക് ആൾക്കാർ വാങ്ങാൻ വലിയ ലാഭം കിട്ടി. തിരിച്ചും അതേമാതിരി കുറേ സാധനങ്ങൾ വാങ്ങി മടങ്ങി വന്നു. മടങ്ങി വരുമ്പോൾ വഴിയിൽ നിന്ന് വീണ്ടും സാധനങ്ങൾ ചിലവായി. അങ്ങനെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഒരു പുരോഹിതൻ വന്നു. ഈ മനുഷ്യൻ ഒരു പ്രവാചകനാണെന്നാണ് മനസ്സിലാകുന്നത്, അതുകൊണ്ട് നിങ്ങൾ വേഗം കച്ചവടം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് അദ്ദേഹവും പറയുന്നു. മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ആ യാത്രയിൽ കണ്ടു. അതെല്ലാം ഖദീജ ബിയോട് വന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബിക്ക് ഉറപ്പായി ഇതന്നെയാണ് ആ നബി. ഉറപ്പായപ്പോൾ പിന്നെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ഇതാണ് ആ നബി എങ്കിൽ ആ നബിക്ക് സാമ്പത്തികമായും ശാരീരികമായും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതിനാകെ ഒരു വഴിയുള്ളൂ, ഭാര്യയാവുക. അങ്ങനെയാണ് ഭാര്യയാകാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരു 40 വയസ്സുള്ള നല്ലൊരു പെണ്ണിനെ കിട്ടാണ്ടോ എന്ന് തിരഞ്ഞെടുന്നൊന്നുമല്ല. ആൾക്കാർ വിമർശകന്മാർ പറഞ്ഞു കേട്ടാൽ തോന്നും നല്ല 40 വയസ്സുള്ള പൈസ മുതലൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരിനെ കിട്ടാണ്ടോ എന്ന് ഇങ്ങനെ തിരഞ്ഞതാണ് എന്ന്. അങ്ങനെയല്ല. നുബുവത്തിൻ്റെ നൂറാനിയത്ത് മുഖത്തുണ്ട് എന്ന് മനസ്സിലായതിനാൽ
ശരീരവും മനസ്സും സമ്പത്തും തൻ്റെ ജീവനുമെല്ലാം അർപ്പിക്കാൻ തയ്യാറായതായിരുന്നു ആ വിവാഹം. വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്തത് ഖദീജ ബീവിയുടെ സമ്പത്ത് മുഴുവനും നബി തങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. ഫസ്റ്റിൽ ഖുറൈശികൾ ഒരു ആക്ഷേപം പറഞ്ഞു, ഖദീജക്ക് പിരാന്താണ് പറഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ. എന്തെന്ന് ചോദിച്ചു. കാരണം മക്കത്തെ പ്രധാനികളായ ആളുകളൊക്കെ കല്യാണാലോചന നടത്തിയിട്ട് സമ്മതിച്ചിട്ടില്ല. എന്നിട്ടിപ്പോൾ വാപ്പിയില്ല, ഉമ്മയില്ല, സ്വത്തും മുതലാണെങ്കിൽ അതുമില്ല, അങ്ങനത്തെ യത്തീംകുട്ടിനേറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പണ്ട് സുലൈഖ ബീവി വിളിച്ച മാതിരി ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും വിളിച്ചു. മക്കത്തെ പ്രധാനികളൊക്കെ വിളിച്ചു. സുലൈഖ ബീവി പെണ്ണുങ്ങളെ വിളിച്ചിരുന്നത്, ഖദീജ ബീവി ആണുങ്ങളെ വിളിച്ചതെന്ന് മാത്രം. മക്കത്തെ പ്രമുഖരായ പുരുഷന്മാരൊക്കെ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളിച്ചു. എന്നിട്ട് ഓലക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ഓലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഖദീജ ബീവി എഴുന്നേറ്റ് പറഞ്ഞു, മുഹമ്മദിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ മുഹമ്മദിന് കൊടുത്തിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മുതൽ മുതലിൻ്റെ ഉടമസ്ഥൻ മുഹമ്മദാണ്, ഞാനാണ് ദരിദ്ര എന്ന് പറഞ്ഞു. അത് പറയാനാണ് സൽക്കാരം വിളിച്ചത്. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം നടന്നു. അവർ ഭംഗിയായി ജീവിച്ചു. നബി തങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഖദീജ ബീവി തയ്യാറായി. ഒരു ദിവസം ത്വായിഫിലേക്ക് പോകുന്ന വഴിയിലുള്ള ഉഖാദ് ചന്തയുടെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് നബി തങ്ങളും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും. അപ്പോൾ ചന്തയിൽ ഒരു അടിമയെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിമനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. സെയ്ദ് എന്നാണ് പേര്. അടിമയെ കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആ അടിമക്കുട്ടിയുടെ മുഖത്ത് ശുഭലക്ഷണങ്ങൾ കാണാനുണ്ട് എന്ന് പറഞ്ഞു, നല്ല അടയാളം കാണാനുണ്ട് പറഞ്ഞു. ഖദീജ ബീവിക്ക് മനസ്സിലായി, വാങ്ങിയാൽ തരക്കടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന്. പൈസ കൊടുത്തു വാങ്ങി. 500 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു വാങ്ങി. ഇന്നത്തെ വില 11 കോടി രൂപ. ഒരു 250 റുപ്യ ബക്കറ്റിലിടുമ്പോൾ തന്നെ നമ്മൾ വലിയ ധർമ്മിഷ്ഠന്മാരാണെന്ന് നമുക്ക് തോന്നല്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വാങ്ങിയത് 500 സ്വർണ്ണാണ്. അതിന് ഇന്നത്തെ വില കൂട്ടിയാൽ 11 കോടി ഉറുപ്പ്യാണ് കിട്ടുക എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്തിനാ വാങ്ങണത്? അടിമയാക്കാനല്ല, സ്വതന്ത്രനാക്കാനാണ് വാങ്ങണത്. അടിമയാക്കാനാണെങ്കിൽ ഇപ്പോൾ കൊടുത്താലും കുഴപ്പമില്ല നോക്കാം. സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങണത്. സ്വതക്കാൻ്റെ അളവിലാണ്, ദാനധർമ്മത്തിൻ്റെ അളവിലാണ് വാങ്ങി. എന്താ പറയാൻ കാരണം, നബി തങ്ങൾക്ക് വേണ്ടി അങ്ങനെയും ചെയ്യാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തയ്യാറായി. അങ്ങനെ 40ാമത്തെ വയസ്സിൽ ജബലുന്നൂർ പർവ്വതത്തിൻ്റെ ഹിറാ ഗുഹയിൽ വെച്ച് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിച്ചു, ദീനീ പ്രബോധനം ആരംഭിച്ചു. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, നിങ്ങളെ അള്ളാഹു നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഖദീജ ബീവി ഇസ്ലാമിലേക്ക് വന്നതേ അള്ളാഹുവിൽ വിശ്വാസം വന്നപ്പോഴല്ല, മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നപ്പോൾ വന്ന് പിന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചതാണ്. ഇങ്ങനെ ഞാൻ എല്ലാവരും പരിശോധിച്ചോളി. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. യുവാക്കളിൽ നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. 27 വയസ്സ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോൾ 27 വയസ്സ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോൾ 37 വയസ്സ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിങ്ങനെ തോന്നുന്ന ഒരു തന്താന്നാണ്. അബൂബക്കർ സിദ്ദീഖ് നമ്മൾ വെള്ളിയാഴ്ച ഇങ്ങനെ കേൾക്കൂലേ, ഖത്തീബ് ഇങ്ങനെ പറയുമല്ലോ, അല്ലാഹുമ്മ റദാൻ സയ്യിദനാ അബൂബക്കറിന് സിദ്ദീഖ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിക്ക് വരിക ഒരു തന്തയാണ്. തന്ത ആയിട്ടുണ്ട് പിന്നെ എന്നുള്ളത് ശരിയാണ്. ഇസ്ലാമിലേക്ക് വരുമ്പോൾ 37 വയസ്സാണ്. ഇന്നൊരാൾ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു 37 വയസ്സാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിലേക്ക് വരുമ്പോൾ 37 വയസ്സാണ്. അപ്പം 37 വയസ്സുള്ള 27 വയസ്സ് യുവാക്കളിൽ നിന്ന് വന്ന ആൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. എന്തേ വരാൻ കാരണം? ഇതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും, മുഹമ്മദ് നബിയിൽ താല്പര്യം വന്നതാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എടുക്കാച്ചാൽ അതുകൊണ്ട്
ഈമാൻ ഉണ്ടാവണോ മുഹമ്മദ് നബിയിൽ താല്പര്യം ഉണ്ടാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാലേ വരുള്ളൂ. നമ്മൾ ഗൈബിയായ വിശ്വാസത്തിലെ ഒന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് സക്കറാത്തുൽ മൗത്തിലുള്ള വിശ്വാസമാണ്. മറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള നമ്മളെ വിശ്വാസത്തിലെ ആദ്യത്തെ വിശ്വാസം സക്കറാത്തുൽ മൗത്താണ്. ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത്, മരണത്തിന് ശക്തമായ വേദന ഉണ്ട്. ഇന്ന് വരെ മരിച്ച ആരും അതിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മരിച്ച ഒരു മനുഷ്യനും പിന്നെ നല്ല വേദന കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് വിശ്വാസമുണ്ട് എന്ത്? സക്കറാത്തുൽ മൗത്തിൽ. ശരിക്കും സയൻസ് പറയണത് മരണത്തിൻ്റെ മുന്നോടിയായിട്ട് മനുഷ്യൻ്റെ ബോധം നഷ്ടപ്പെടും. ബോധം നഷ്ടപ്പെട്ടതിനാൽ പിന്നെ വേദന ഒന്നും അറിയാൻ പോണില്ല എന്നാണ്. പക്ഷേ മരണത്തിന് ശക്തമായ വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഗൈബിയായ വിശ്വാസത്തിലെ ആദ്യത്തെ വിശ്വാസമാണ് സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നത്. അവിടുന്നാണ്ട് എല്ലാ കാര്യങ്ങളും, ഖബറിലെ ജീവിതം, സ്വർഗം, നരകം, ജന്നത്ത്, ഹിസാബ്, ഹൗദുൽ കൗസർ, സിറാത്ത് പാലം, നന്മതിന്മ എഴുതിയ ഏട്, മീസാൻ എന്ന തുലാസ്, ഇതൊക്കെ നമുക്ക് വിശ്വാസമാണ്. എന്താ കാരണം? മുഹമ്മദ് നബിയിൽ വിശ്വാസമുണ്ടായതാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയിൽ വിശ്വാസമില്ലെങ്കിൽ ഇതൊന്നും വിശ്വാസം ഉണ്ടാവില്ല. സ്വർഗം വരെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസമില്ലെങ്കിൽ. കാരണം സ്വർഗത്തിനൊരു പരിധിയുണ്ട്. സ്വർഗത്തിലിപ്പോൾ പരമാവധി നമ്മൾ വിചാരിക്കുന്നത് തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. അതിലുണ്ട് മുന്തിരിത്തോട്ടം, റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാനാ. സ്വർഗത്തെ പറ്റിയിട്ടുള്ള നമ്മളെ വിചാരം തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ്. പക്ഷേ ഈ തീറ്റക്കൊരു പ്രശ്നമുണ്ട്. ലാവിഷായാൽ രസം ഉണ്ടാവില്ല. ലാവിഷായാൽ രസം ഉണ്ടാവില്ലല്ലോ. എന്നും ചിക്കൻ തന്നെയാണെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ നമുക്ക് ചിക്കൻ വേണ്ട അറിയും. എന്നും മീൻ തന്നെയാണെങ്കിലോ മീൻ വേണ്ട അറിയും. എന്നും ബിരിയാണി ആയാലോ ഒരു നാടൻ ചോറ് കിട്ടിയാൽ തിന്നായിരുന്നു പറയും. സ്വർഗത്തിൽ എല്ലാതും എപ്പോഴും ഉണ്ട്. അതിനാൽ തുടക്കത്തിലൊക്കെ കുറച്ച് രസം ഉണ്ടാവുന്നുള്ളൂ, പിന്നെ രസമില്ലാതാവും. സ്വർഗത്തിലെ രസം എന്ന് പറയുന്നത് ശരിക്കും അതൊന്നുമല്ല. അപ്പോൾ സ്വർഗം നമുക്ക് മനസ്സിലായി എന്ന് തോന്നുന്നുണ്ടെങ്കിലും മനസ്സിലാകുന്നില്ല എന്നാണ്. സ്വർഗത്തിൻ്റെ രസം പഴയത് മറക്കലാണ് രസം. കൂട്ടത്തിൽ പറയാനേ ഉള്ളൂ. സ്വർഗത്തിൻ്റെ രസം എന്ന് പറഞ്ഞാൽ പഴയത് മറക്കുന്നു എന്നതാണ് സ്വർഗത്തിൻ്റെ രസം. ഒരാൾ, അയാൾക്ക് ഭാര്യ ഉണ്ടായിരുന്നു, 2 മക്കളും ഉണ്ടായിരുന്നു. അയാളെ 2 മക്കളും ആക്സിഡൻറ്റിൽ മരിച്ചു. ഇന്നലെ ഞാൻ പരിപാടിക്ക് ചെന്ന സ്ഥലത്ത് ഭക്ഷണത്തിന് കൊണ്ടുപോയി ഒരാൾ. അയാൾക്ക് 3 മക്കളാണ്, 2 കുട്ടികൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മംഗലാപുരത്താണ്. നമ്മൾ ഉസ്താദുമാരൊക്കെ ചെല്ലുന്ന സമയത്ത് അയാളെ വീട്ടിലാണ് താമസിക്കാറുള്ളത്. ഭക്ഷണം കഴിക്കലും എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീടാണ്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഒരാൾക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, ഭാര്യയുണ്ട്. അയാളുടെ 2 കുട്ടികൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അയാളുടെ ഭാര്യ ക്യാൻസറായിട്ടും മരിച്ചു. പിന്നെ ആകെ മൂപ്പരിങ്ങനെ ഒറ്റക്കിങ്ങനെ ജീവിച്ചു. ഒരു ദിവസം ഇടിയട്ടിങ്ങാണ്ട് മൂപ്പരും മരിച്ചു. അങ്ങനെ അയാൾ സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെത്തിയതിന് ശേഷം അള്ളാഹു ചോദിക്കും, എന്തടാ വർത്താനം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അൽഹംദുലില്ലാ റാഹത്താണ്. അല്ല എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലടെ ചങ്ങായി, എൻ്റെ കുട്ടികൾ 2 പിന്നെ വണ്ടിയിട്ട് മരിച്ചതല്ലേ. തന്നെ ഓനോ ഓർമ്മ ഉണ്ടാവില്ല. അതാ രസം. സ്വർഗത്തിൻ്റെ രസം എന്നത് കഴിഞ്ഞത് മറക്കലാണ് സ്വർഗത്തിൻ്റെ രസം എന്ന് പറയുന്നത്. അപ്പോൾ അവനോട് ചോദിക്കൂടാ, എൻ്റെ പെണ്ണുങ്ങൾ ക്യാൻസർ ഉണ്ടായിട്ട് മരിച്ചത്. അതെ, ഓനത് ഓർമ്മ ഉണ്ടാവില്ല. അല്ലടെ ചങ്ങായി, ഇടിയട്ടിങ്ങാണ്ടല്ലേ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കും. ഓനത് പറയുമ്പോൾ ഇങ്ങനെ ചെറുങ്ങനൊരു ഓർമ്മ. എനിക്ക് എന്തേലും വല്ല വിഷമം ഉണ്ടായിരുന്നോ ദുന്യാവെന്ന്? ഇല്ല, ഒരു വിഷമം ഉണ്ടായിട്ടില്ല എന്ന് പറയും. അതാ രസം. അതാണ് രസം എന്ന് പറഞ്ഞത്. രാവിലെ ഭക്ഷണം കഴിക്കും, വൈകുന്നേരം ഔദ്യോഗിക ഭക്ഷണം വീണ്ടും കൊണ്ടുവരും. വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ രുചി ഓർമ്മ ഉണ്ടാവില്ല. അതാ രസം. പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും കൊണ്ടുവരും. ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചി അവൻ ഓർമ്മയിലുണ്ടായിരിക്കില്ല എന്നതാ രസം.
ഓരോ പുതിയത് വരുമ്പോഴും പഴയത് മറന്നുകൊണ്ടേയിരിക്കുമെന്നതാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രസം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗം നമുക്ക് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ പോലും മുഹമ്മദ് നബിയിൽ വിശ്വാസമുണ്ടായിരിക്കുക എന്നത് നിർബന്ധമാണ്. നരകം വിശ്വാസമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, മുഹമ്മദ് നബിയിൽ വിശ്വാസമുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈമാനിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാണ്. യുക്തിവാദം, ലിബറലിസം, മതനിരാസം, സ്ത്രീപക്ഷപാതം തുടങ്ങി ഒരുപാട് വാദങ്ങൾ, വഹാബിസം തുടങ്ങിയ ഒരുപാട് വാദങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, മുഹമ്മദ് നബി നിസ്സാരമാവലാണ് കാരണം എന്ന്. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് രണ്ട് സമയത്താണ്. ഒന്ന് റമദാൻ മാസത്തിലും ഒന്ന് റബീഉൽ അവ്വലിലും. 12 മാസമാണ് ഒരു കൊല്ലമുള്ളത്. ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്കറിയില്ല, ഇനി ഇവിടെ വ്യത്യാസം ഉണ്ടോയെന്നും അറിയില്ല. സാധാരണഗതിയിൽ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. ഈ 12 മാസത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ടാവാറുള്ളത് 2 മാസത്തിലാണ്. ഒന്ന് റബീഉൽ അവ്വലിലും ഒന്ന് റമദാൻ മാസത്തിലും. റമദാൻ മാസത്തിലെ ആൾക്കാർക്ക് തോനെ കൂലി കിട്ടുമല്ലോ, ഒന്നിന് 10, 20, 70, 70,000 ഒക്കെ കിട്ടുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ മുടക്കാൻ നോക്കുക, അതാണ് റമദാൻ മാസത്തിൽ. റബീഉൽ അവ്വൽ കണ്ട് ആവാൻ തുടങ്ങുമ്പോൾ ഒരു മുഹറം സഫറൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. ഇലക്ട്രിക് പോസ്റ്റ് മുഴുവൻ തൂക്കിയിട്ടുണ്ടാവും, നബിദിനം അനിസ്ലാമികമാകുന്നു. നബിദിനം എന്ന് പറഞ്ഞാൽ നുബുവത്ത് കിട്ടിയ ദിവസമല്ല, റിസാലത്ത് കിട്ടിയ ദിവസമല്ല, മുഹമ്മദിയത്ത് കിട്ടിയ ദിവസമാണ്. നുബുവത്ത് വേറെയാണ്, റിസാലത്ത് വേറെയാണ്, മുഹമ്മദിയത്ത് വേറെയാണ്. നുബുവത്തിനെ അംഗീകരിച്ചാൽ പോരാ, റിസാലത്തിനെ അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദിയത്തിനെ കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വേണ്ടി ഈ 5 കൊല്ലം നുണ പറയാതെ നടന്നു നോക്കാൻ പറ്റും. പക്ഷെ 3-ാമത്തെ വയസ്സിലും 2-ാമത്തെ വയസ്സിലും 40-ാമത്തെ വയസ്സിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് 2-ാം വയസ്സിൽ നുണ പറയാതിരിക്കാൻ കഴിയൂല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല എനിക്ക്. 5 കൊല്ലം കഴിഞ്ഞിട്ട് പഞ്ചായത്തേക്ക് മത്സരിക്കാണ്ട് വാർഡ്ക്ക്, അതിന് ഈ 5 കൊല്ലം നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ നടക്കാം കഴിയും. അതേ സമയത്ത് 40 കൊല്ലം കഴിഞ്ഞിട്ട് മത്സരിക്കാണ്ടെന്ന് കരുതിയിട്ട് 2-ാമത്തെയും 3-ാമത്തെയും വയസ്സിൽ നുണ പറയാതിരിക്കാൻ കഴിയൂല. 2-ാം വയസ്സിലും മുഹമ്മദ് നബി കളവ് പറഞ്ഞിട്ടില്ല, 3-ാം വയസ്സിലും പറഞ്ഞിട്ടില്ല, 4-ാം വയസ്സിലും പറഞ്ഞിട്ടില്ല, അറിഞ്ഞും പറഞ്ഞിട്ടില്ല, അറിയാതെയും പറഞ്ഞിട്ടില്ല. മുഹമ്മദിയത്ത് വേറെ തന്നെയാണ്. നുബുവത്ത് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനമല്ല, റബീഉൽ അവ്വൽ 12 റസൂലിൻ്റെ ജന്മദിനമല്ല, റബീഉൽ അവ്വൽ 12 മുഹമ്മദിൻ്റെ ജന്മദിനമാണ്. 40 വയസ്സ് തികയുന്നതിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്തേക്കാണ് പോകാം. അന്യ സംഗതി. മുഹമ്മദീയത്തിനെ വിശ്വസിക്കണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനം. എന്തുമ തൊട്ട് കളിച്ചാലും തൊട്ട് കളിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തി ജമാഅത്തിൻ്റെ ആദർശം എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അമിതമായ താല്പര്യമാണ്. പറഞ്ഞ് നമ്മളെത്ര പറയുന്നറിയോ, നബിയെ നിങ്ങൾ ഞങ്ങളെ അമ്മയും വാപ്പിയും കൂടിയാണ് എന്ന് പറയും. ഉമ്മാനോട് ഉമ്മ നിങ്ങൾ ഞങ്ങളെ അമ്മയാണെന്നേ പറയലുള്ളൂ. വാപ്പാനോട് നമ്മൾ പറയും വാപ്പ നിങ്ങളിൻ്റെ ഉപ്പയാണല്ലോ എന്ന് പറയും. വാപ്പാനോട് ഒരിക്കലും നമ്മൾ പറയില്ല നിങ്ങളിൻ്റെ അമ്മയും വാപ്പിയും കൂടിയാണെന്ന് പറയലില്ല. ഉമ്മാനോട് നിങ്ങളിൻ്റെ അമ്മയും വാപ്പിയും കൂടിയാണെന്ന് പറയലില്ല. നബിനോട് നമ്മൾ പറയും നബിയെ, പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഞങ്ങളെ അമ്മയും വാപ്പിയും കൂടിയാണ് എന്ന് പറയും. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വാപ്പ മക്കളെ അന്വേഷിക്കുന്നത് സിറാത്ത് പാലം കടന്നതിൻ്റെ ശേഷമായിരിക്കും. പാലം കടന്നാൽ അപ്പുറത്തെത്തിയ വാപ്പ ചോദിക്കും, അല്ല എൻ്റെ മൂത്തോൻ എവിടെ?
പാലം കടന്നാൽ ഉമ്മ ചോദിക്കും എൻ്റെ ചെറിയ കുട്ടി എവിടെ. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നതും പാലം കടന്നതിൻ്റെ ശേഷമാണ്. മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുന്നതും പാലം കടന്നതിൻ്റെ ശേഷമാണ്. പാലം കടക്കുന്നതിൻ്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ മാത്രമാണുള്ളത്. അതാണ് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി